2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചതുപോലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം രാഹുൽ ഗാന്ധിയും 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു. ഒന്ന് ഉത്തർപ്രദേശിലെ അമേഠിയിൽ, അത് കാലാകാലങ്ങളായി ഗാന്ധി കുടുംബത്തിലെ ആളുകളെ വിജയിപ്പിച്ചു വിടുന്ന ഒരു ലോക്സഭാ മണ്ഡലം. അവിടെ രാഹുൽ ഗാന്ധി നിരന്തരമായി വിജയിച്ചു വരുന്ന ഒരിടം. മറ്റൊന്ന് കേരളത്തിലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. വയനാട്ടിൽ മത്സരിച്ചതുകൊണ്ട് മുഖം രക്ഷിക്കാൻ സാധിച്ചു രാഹുൽ ഗാന്ധിക്ക്. കാരണം അമേഠിയിൽ BJPയുടെ സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു പോയി രാഹുൽ ഗാന്ധി. അതായത് വർഷങ്ങളായി കോൺഗ്രസ് കുടുംബത്തെ വിജയിപ്പിച്ചു കൊണ്ടുവരുന്ന അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ കടന്നുകയറ്റത്തിൽ പരാജയപ്പെടേണ്ടി വരുന്നു. വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ ശബ്ദം മുഴങ്ങി കേൾക്കുകയില്ലായിരുന്നു. അമേഠി ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഉത്തർപ്രദേശിൽ ഏത് പാർട്ടിയാണോ കൂടുതൽ സീറ്റുകൾ നേടുക അവർ രാജ്യം ഭരിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ 50 സീറ്റുകളിൽ മുകളിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പിടിച്ചെടുക്കുകയാണെങ്കിൽ അവർ ഈ രാജ്യം ഭരിക്കുവാൻ സാധ്യതകൾ ഏറെയുണ്ട്. സമാജ്വാദ് പാർട്ടിയും BSPയും ഉത്തർപ്രദേശിൽ ശക്തി പ്രാപിച്ചതോടുകൂടി BJP തങ്ങളുടെ കടന്നുകയറ്റം ഉത്തർപ്രദേശിൽ കുറച്ചുകൂടി ശക്തമാക്കിയതോടുകൂടി കോൺഗ്രസിന് വലിയ ഇടിവുണ്ടായി. കോൺഗ്രസ് താഴേക്ക് പോയി. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം മത്സരിച്ചത് സ്മൃതി ഇറാനി തന്നെയായിരുന്നു BJPക്ക് വേണ്ടി. അന്ന് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്നത്. എന്നാൽ അത് മുൻകൂട്ടി കണ്ട് അവിടെ കൃത്യമായി തന്ത്രപരമായി പല നീക്കങ്ങളും നടത്തേണ്ട രാഹുൽ ഗാന്ധിക്ക് അത് നടത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതേ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയായിരുന്നു രാഹുൽ ഗാന്ധി. വയനാട്ടിൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പാർലമെന്റിൽ കേൾക്കില്ല രാഹുൽ ഗാന്ധിയുടെ ശബ്ദം. ആ സ്ഥിതി ആയേനെ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. ഉത്തർപ്രദേശിൽ പ്രധാനപ്പെട്ട 2 സീറ്റുകളിൽ ഗാന്ധി കുടുംബത്തെ വിജയിപ്പിക്കുന്ന ഒരു രീതി ഉത്തർപ്രദേശിലെ ജനതയ്ക്കുണ്ട്. പക്ഷേ 2019 അതുണ്ടായില്ല. രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിലെ അമേഠിയിലെ ജനത കൈവിട്ടു. ആ സമയം അവിടെ BJPക്ക് ഉത്തർപ്രദേശിൽ നിന്ന് നേടുവാൻ സാധിച്ചത് 62 സീറ്റുകളായിരുന്നു. BSPക്ക് 10 സീറ്റുകൾ, SPക്ക് 5 സീറ്റുകൾ, കോൺഗ്രസിനാകെ 2 സീറ്റുകൾ. 2019 വലിയ മുന്നേറ്റം UPയിൽ ഉണ്ടായി. 2019 ഉത്തർപ്രദേശിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച്, ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 2024 ഇന്ത്യ സഖ്യം രൂപീകരിച്ചുകൊണ്ട് അധികാരത്തിലെത്തുവാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിനും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തർപ്രദേശിൽ കഴിയുന്നത്ര സീറ്റുകൾ നേടിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇക്കുറി ശക്തമായ ഒരു കൈ നൽകിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടിയുമായി. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ കൂടിച്ചേരുമ്പോൾ കുറച്ചുകൂടി സീറ്റുകൾ കൂടുതൽ ഉത്തർപ്രദേശിൽ നിന്ന് കൈക്കലാക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. തെക്കേ ഇന്ത്യയിൽ സഖ്യം വളരെ ശക്തമായി നിൽക്കുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം 80-ൽ പരം സീറ്റുകൾ നേടിയെടുക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. പക്ഷേ ഇക്കുറി അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അമേഠിയിൽ ദയനീയമായി പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി ഇനി എങ്ങനെയാണ് അവിടെ തിരിച്ചു വരുവാൻ പോകുന്നത് എന്നതും പ്രസക്തമായൊരു കാര്യമാണ്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നില്ല. വയനാട്ടിലും കർണാടകയിലെ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിലും മത്സരിക്കുവാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നതെങ്കിൽ, അതായത് നിലവിൽ ശക്തി പ്രാപിച്ചു നിൽക്കുന്ന കോൺഗ്രസിനെ തെക്കേ ഇന്ത്യയിൽ കുറച്ചുകൂടി ശക്തമാക്കി മാറ്റുവാൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയും എന്ന ഒരു ബോധ്യമാണ് അദ്ദേഹത്തെ തെക്കേ ഇന്ത്യയിൽ മത്സരിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാത്തത് കൊണ്ടും അവിടെ അദ്ദേഹത്തിന് വ്യക്തമായ ചിത്രമില്ലാത്തത് കൊണ്ടും BJP അതൊക്കെ രാഷ്ട്രീയ കരുക്കളാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനെ തകർത്തെറിയുവാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് നിന്നുകൊടുത്തുകൂടാ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വടക്കൻ സംസ്ഥാനങ്ങളിൽ മത്സരിക്കണമെന്നാണ് വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. അതുകൊണ്ട് ഒരു പക്ഷേ അമേഠിയിലോ റേബറിയിലോ കോൺഗ്രസ് മത്സരിച്ചേക്കാം. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എങ്കിൽ അവിടെ വരുൺ ഗാന്ധി മത്സരിക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നത്തിലായിരിക്കും വരുൺ ഗാന്ധി മത്സരിക്കുക. കോൺഗ്രസിന്റെ പൂർണ്ണമായ പിന്തുണ വരുൺ ഗാന്ധിക്കുണ്ടായിരിക്കും. രാഹുൽ ഗാന്ധി പകരം മറ്റേതെങ്കിലും ഉത്തർപ്രദേശ് സീറ്റുകളിലോ അല്ലെങ്കിൽ റായ്ബറയിലോ മത്സരിക്കുവാനാണ് സാധ്യതകൾ ഏറെ. അതല്ല എങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ മത്സരിക്കും. എന്തായാലും അമേഠിയിൽ സ്മൃതി ഇറാനി വെല്ലുവിളിച്ചതുകൊണ്ട് ആ വെല്ലുവിളി സ്വീകരിക്കുവാനും സാധ്യതകളുണ്ട്. ഒരുപക്ഷെ വെല്ലുവിളിയേക്കാൾ വലുത് ഇന്ത്യ സഖ്യത്തിന്റെ തിരിച്ചുവരവാണെന്നും BJPയെ തളച്ചിടുക എന്നുള്ള ബോധ്യവുമാണ് രാഹുൽ ഗാന്ധിക്ക് കൂടുതലുള്ളത് എങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി
സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നത്തിൽ അമേഠിയിൽ നിന്ന് മത്സരിക്കുവാൻ സാധ്യതയേറെ വരുൺ ഗാന്ധിക്കാണ്. എന്തായാലും വരുൺ ഗാന്ധി മത്സരിക്കുമോ ഇല്ല, അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ പന്തയത്തെ ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നൊക്കെ അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്.